പൂത്താങ്കീരി ഒരു കീരിയല്ല, പകരം കൂടുതൽ നേരം ചിലച്ചുകൊണ്ട് നടക്കുന്ന ഒരുതരം പക്ഷിയാണെന്ന് പലർക്കും അറിയാലോ. അങ്ങനെ കൂടുതൽ നേരവും ബഹളം വെച്ച് നടക്കുന്ന 3 ചിലപ്പം കിളികളെ പരിചയപ്പെടുത്താം. ഒന്ന് കണ്ടു നോക്കൂ. ഈ കാണുന്നത് പൂത്താങ്കീരിയാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ ഇത് കരിയില കിളിയാണ് കേട്ടോ. ഇവരെയും പൂത്താങ്കീരിയെയും കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും. 7 തൊട്ട് 12ഓളം കിളികളുടെ കൂട്ടമായാണ് ഇവരെ കാണാറ്. ഈ ചിലപ്പന്മാരുടെ കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം കൂട്ടമാണ് കേട്ടോ. അതായത് ഒരു കൂട്ടത്തിലുള്ള പക്ഷി വേറൊരു കൂട്ടത്തിൽ പോയി ചേരാറില്ല. പക്ഷെ കാക്കകളും പ്രാവുകളും എല്ലാം വേറെ കൂട്ടത്തിൽ പോയി ചേരുകയും സൗകര്യം പോലെ ആ കൂട്ടം വിട്ട് പുറത്തു പോവുകയും ചെയ്യും. ഇവർ കൂട്ടമായി ഇരിക്കുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ. അത് അവസാനം പറയാം. ഇനി ഈ കാണുന്ന പക്ഷിയാണ് പൂത്താങ്കീരി. ഇതിനെ പല പേരിലും അറിയപ്പെടാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് വിളിക്കുക എന്ന് കമന്റ് ചെയ്യണേ. കരിയിലക്കിളിയെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ കണ്ണിനും കൊക്കിനും പിന്നെ തലയുടെ ഭാഗത്തിനെല്ലാം നിറവ്യത്യാസമുണ്ട്. ശബ്ദം വെച്ച് നമുക്ക് ഇതിനെ വേർതിരിച്ചറിയാൻ പറ്റും കേട്ടോ. ഈ പക്ഷിയുടെ കൂട്ടങ്ങളെ നമുക്ക് ആനക്കൂട്ടങ്ങളെ കമ്പയർ ചെയ്യാം. കാരണം കൂട്ടത്തിലെ പലരും തമ്മിൽ രക്തബന്ധങ്ങളുള്ളവരായിരിക്കും. ഒരു കൂട്ടത്തിലുള്ള ഇണകളിൽ ഒന്ന് മാത്രമേ ഒരു സമയത്ത് കൂടുകൂട്ടുകയുള്ളൂ. കൂട്ടിലുണ്ടാവുന്ന കുഞ്ഞിന് തീറ്റ കൊടുക്കാനും അതിനെ കാത്തു രക്ഷിക്കാനെല്ലാം ബാക്കിയുള്ള അംഗങ്ങൾ സഹായിക്കും. കാണുമ്പോൾ സിമ്പിളായി തോന്നുമെങ്കിലും അത്യാവശ്യം പവർഫുൾ ആയ കൂട്ടമാണ് ഇവരുടെ. ഇനിയുള്ളത് ഈ മൂന്നാമനായ ചെഞ്ചിലപ്പനാണ്. ഇങ്ങനൊരു കാട്ടുപക്ഷിയാണെങ്കിലും ഈ 3 പേരുടെ സ്വഭാവം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഇനി ഇവർ കൂട്ടമായി നിൽക്കുന്നതിന്റെ കാരണത്തിലേക്ക് വരാം. അതിന് പല കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനമായ കാരണം ഇവർ ദുർബലരാണ് എന്നുള്ളതാണ്. അതായത് ഒരു ഇരുപിടിയൻ വന്നു കഴിഞ്ഞാൽ വേഗത്തിൽ പറന്ന് രക്ഷപ്പെടാനോ ചെറുത്ത് നിൽക്കാനോ ഒറ്റയ്ക്ക് സാധിക്കില്ല. ഇങ്ങനെ സകല സമയം ചിലച്ചുകൊണ്ട് നടക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ അയാളെ കമന്റിൽ മെൻഷൻ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.